കണ്ണൂർ ആറളത്ത് വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന പുഴയോരത്ത് വീടും കുടിയുമില്ലാത്തതിനെ തുടർന്ന് അന്തിയുറങ്ങി വനവാസികൾ. സർക്കാരിന്റെ അവഗണനയെ തുടർന്ന് വീട് ലഭിക്കാത്ത 50ഓളം വനവാസി കുടുംബങ്ങളാണ് ഈ ദുരിത ജീവിതം നയിക്കുന്നത്. വീടും ഭൂമിയും ഇല്ലാത്തതിനാൽ സർക്കാരിന്റെ അതിദാരിദ്ര്യ പട്ടികയിലോ വോട്ടർ പട്ടികയിലോ ഇവരുടെ പേരില്ല. വനവാസികളുടെ ദുരിത ജീവിതത്തിൽ പ്രതിഷേധവുമായി BJP രംഗത്തെത്തി. ഏഷ്യയിലെ ഏറ്റവും വലിയ ആദിവാസി പുനരധിവാസ മേഖലയായ ആറാളത്തെ 13ാം ബ്ലോക്കിൽ നിന്നാണ് ഈ ദുരിത കാഴ്ച. പണിയ വിഭാഗത്തിൽപ്പെട്ട 44 കുടുംബങ്ങൾ പുഴയോരത്താണ് കഴിയുന്നത്. പട്ടയം ഉടൻ നൽകാമെന്ന സർക്കാർ വാഗ്ദാനത്തിൽ വിശ്വസിച്ചാണ് വനവാസി കുടുംബങ്ങളുടെ പുഴയോര ജീവിതം. കിടന്നുറങ്ങുന്നത് പുഴയോരത്ത് പായയും പഴന്തുണിയും വിരിച്ച്. പുഴയോരത്ത് കുഴികുത്തിയെടുക്കുന്ന വെള്ളമാണ് കുടിവെള്ളം. ഇങ്ങനെയുള്ള കാര്യം നമ്മൾ എന്ത് പറഞ്ഞാലും അവർ സ്വീകരിക്കുകയില്ല. നമുക്ക് കഷ്ടപ്പാട് ഈ വെള്ളത്തിന് മാത്രമേ ഉള്ളൂ. കുറച്ചു പേർക്ക് വീടില്ല, സ്ഥലമില്ല, അവർ ഷെഡ് കെട്ടി നിൽക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ആന വരുന്ന സ്ഥലത്ത് ഷെഡ് കെട്ടി നിൽക്കാൻ പറ്റത്തുകൊണ്ട് അവർ ഈ കമ്പിൻ്റെ എപ്പോഴും നിൽക്കുന്നു. ഇത് വന്നാൽ ആന വന്ന് കമ്പിയൊന്നും ഒന്നും ആക്കില്ല, അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നു. മഴക്കാലത്താണ് ആറളത്തെ ഈ മനുഷ്യരുടെ ജീവിതം കൂടുതൽ ദുരിതമാകുന്നത്. പുഴയിൽ വെള്ളം കയറുമ്പോൾ ഫാമിൽ താൽക്കാലിക ഷെഡ് കെട്ടി താമസിക്കും. പ്രായമായവരെയും രോഗികളെയുമൊക്കെ തലയിലേറ്റിയാണ് കൊണ്ടുപോകുക. അതിദരിദ്രരില്ലാത്ത കേരളം എന്ന പിണറായി സർക്കാരിന്റെ വാക്ക് വെറും വാക്കാണെന്ന് തെളിയുകയാണ് ഇവരുടെ ദുരിത ജീവിതത്തിലൂടെയെന്ന് BJP ആരോപിച്ചു. കേന്ദ്ര സർക്കാർ നൽകുന്ന അരി അവർക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ആ അരി പാകം ചെയ്യാൻ വേണ്ടിയിട്ട് പുഴക്കരയിൽ അടുപ്പ് കൂട്ടി ഇവിടെ ഭക്ഷണ സാധനങ്ങൾ ഇവിടെ പാകം ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലാണുള്ളത്. ഇവിടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആദിവാസികൾ ഇവിടെ വന്ന് താമസിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്ക് ആശുപത്രിയിൽ പോകാൻ ഒരു സൗകര്യമില്ല. വനവാസി വിഭാഗത്തിന്റെ ഈ ദുരിത ജീവിതത്തിൽ അധികാരികൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ജനം, കണ്ണൂർ.